ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇപ്പോഴും ഹെവി എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഉള്ളത്. ഇവരുടെ മൂഡ് വളരെ മോശമായ അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടെ ആർഗ്യുമെൻ്റ് നടത്താനുള്ള മൂഡിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഒന്നുകിൽ ആരെങ്കിലും ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കാം, ഇല്ല എങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണമോ എന്തെങ്കിലും കാര്യം കാരണമോ ഇവർ വളരെ ഡിപ്രഷനിലായ അവസ്ഥയിലാണ്. സ്ട്രെസ് അനുഭവിക്കുന്ന കാരണം ആരോട് വേണമെങ്കിലും അതിൻ്റെ ആ ഒരു ദേഷ്യം തീർക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ എവിടെ നിന്നെങ്കിലും ഈ ഒരു പേഴ്സൺ പുറത്ത് വരുന്നതായിട്ട്, അതായത് ഒന്നുകിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എന്തായാലും നമുക്ക് നോക്കാം ആരിൽ നിന്നാണ് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരുവാൻ നോക്കുന്നത് എന്ന്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കി പുറത്ത് വരികയാണോ അതോ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താക്കി പുറത്ത് വരികയാണോ എന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഒരു വ്യക്തി ഉത്തരവാദിത്വങ്ങൾ അവരുടെ മേൽ വച്ച് അവസാനം സഹിയിട്ടു. ഇനി ഇവർക്ക് ഈ ഒരു ഉത്തരവാദിത്വങ്ങൾ ഏൽക്കാനും വയ്യ. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവരുടെ മേലിൽ നിന്ന് മാറ്റുവാനാണ് ഇവർ നോക്കുന്നത്. ഇവിടെ ഡിറ്റാച്ച് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് റെസ്റ്റ് ആൻഡ് റെജുനുവേഷൻ, അതായത് ഒരു ഡിസ്റ്റൻസ്, തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബ്രേക്കപ്പിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ വരുന്ന എനർജി അനുസരിച്ച് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ ട്രാപ്ഡ് ആയിട്ടുള്ളത് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഓൾറെഡി പുറത്ത് വന്നു കഴിഞ്ഞു. ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ എൻഡാക്കി ഞാൻ എൻ്റെ തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നു എന്നൊക്കെയുള്ള ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഹെവിയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഒന്നെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട്, കാസ്റ്റ്, കൾച്ചർ, സ്റ്റാറ്റസ് അത് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയെ കട്ട് ഓഫ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൻ്റെ ഇന്നത്തെ ദിവസം വളരെ ഹെവി ആയിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ മൂഡ് വളരെ മോശമായ അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള മാരേജിന് തയ്യാറല്ല. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ട് അറേഞ്ച് മാരേജ് നടത്തണമെന്നാണ്. പക്ഷേ ഫാമിലി ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറ്റത്തില്ല, നമ്മൾ പറയുന്ന ആളെ മാരേജ് ചെയ്യണം നിങ്ങളെന്ന്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന്മേൽ നിങ്ങളുടെ പേഴ്സണും അവരുടെ വീട്ടുകാരും തമ്മിൽ വളരെയധികം ഒരു വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ബാലൻസിലാകണമെന്നാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ഒരു വഴക്കും ഉണ്ടാവാതെ സമാധാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും അവസാനിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇവർ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് ഇവർ കുറച്ച് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനർജിയിലേക്ക് പോകുന്നത്. ഇവർ കുറേ നാളായിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ ആഗ്രഹിച്ച രീതിയിൽ ഒരു കാര്യവും ക്ലിയർ ഔട്ട് ആയില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ബാലൻസിലാകണമെന്നാണ്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെ വീട്ടിലുള്ള ആൾക്കാരാണ്. ഇവർ അവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ ലൈഫിൽ ഫ്രണ്ടുമാകാം തേർഡ് പാർട്ടി, അതായത് ഇവരുടെ ഫീമെയിൽ ഫ്രണ്ടോ മെയിൽ ഫ്രണ്ടോ ആയിരിക്കാം. എന്തായാലും ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണെ ഒത്തിരി മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവർ നിങ്ങളുടെ പേഴ്സണെ മാനിഫെസ്റ്റേഷൻ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ആകുന്നു. അതായത് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് തേർഡ് പാർട്ടി പറയുമ്പോൾ അപ്പോൾ നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നു. വീണ്ടും നിങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പറഞ്ഞത് ഓർത്ത് അവർ വിഷമിക്കും. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും എൻഡ് ആക്കണമെന്ന് അവർ ചിന്തിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണെന്ന് നോക്കാം നമുക്ക്.
ഇവിടെ ഇവർക്ക് ഇപ്പോഴും ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇവർ ഇരിക്കുന്നത്. നിങ്ങളുടെയും ഇവരുടെയും ഇടയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ, എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടോ, അതൊക്കെ മോശമായിട്ടുള്ളതാണ് എങ്കിൽ ഉറപ്പായിട്ടും അത് നേരെയാകും എന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട്. ഈ ഒരു ഹോപ്പ് ഉള്ളത് കൊണ്ടാണ് ഇവർ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇവർ ഫിസിക്കലി നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ ടച്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, ഇവരുടെ എല്ലാ ഫ്രസ്ട്രേഷനും കൺട്രോൾ ചെയ്യുവാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവരുടെ എല്ലാ ഫ്രസ്ട്രേഷനും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഫ്രസ്ട്രേഷൻ ആയിരിക്കുന്നത് എന്ന്. ഇവിടെ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു മായാജാലം സംഭവിച്ച് എല്ലാം ശരിയാകണമെന്നാണ്. ഇവിടെ നിങ്ങളാണ് ഇവരുടെ ശക്തി. നിങ്ങൾ ഇവരുടെ കൂടെയുണ്ട് എങ്കിൽ എന്തൊക്കെ മോശമായ പ്രോബ്ലംസ് വന്നാലും ഇവർക്ക് ഈസി ആയിട്ട് നേരിടാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇവരുടെ കൂടെ ഇല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർ ഈ സമയം വളരെ ഇമോഷണലി അപ്സെറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ലൈഫിൽ ആരും തന്നെ ഇല്ല ഇവരെ മനസ്സിലാക്കുന്നതായിട്ട്, നിങ്ങളല്ലാതെ എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഒരു ഡിപ്രഷൻ ആയിട്ടുള്ള എനർജിയിലാണ് ഇവർ ഉള്ളത്. നിങ്ങളില്ലെങ്കിൽ വേറെ ആരും ഇവരുടെ ലൈഫിലില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ ഇവർ തലയിൽ കൈവച്ച് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സമയം. ഇവിടെ കറണ്ട് ഫീലിങ്സിൽ റൊമാൻസ് കുറച്ച് കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഇപ്പോൾ ആര് വന്നാലും നേരിടാം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഇവർ ഉള്ളത്. കാരണം ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷനും വിഷമവും എല്ലാം കൂടെ ഉള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ള ദിവസം ഉള്ളത്. എക്സ്പ്രഷൻ കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഇവർക്ക് പറ്റുന്നില്ല. ഇവരുടെ ആ ഒരു ഉള്ളിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം നിങ്ങളോട് പറയണം, എല്ലാം ഉണ്ട്, പക്ഷേ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ കറണ്ട് എനർജിയിലും കറണ്ട് ഫീലിങ്ങിലും ഒരേ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹെവി എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഒരു തീരുമാനത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 4 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ അല്ലെങ്കിൽ 21 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലായാലും ഷോർട്ട് ഡിസ്റ്റൻസിലായാലും ഡസൻറ്റ് മാറ്റർ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നതാണ് എന്നാണ് എനർജി പറയുന്നത്. ഇവിടെ 3333യുടെ വൈബ്രേഷൻ പറയുന്നത് കുറേ ആൾക്കാരുടെ പേഴ്സൻ്റെ വിഷസ് ഫുൾഫിൽ ആകാൻ പോവുകയാണ് എന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ വിഷ് നിങ്ങളുമായിട്ട് ഒന്നാകണമെന്നാണ് എങ്കിൽ അത് ഫുൾഫിൽ ആവാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷസും ഫുൾഫിൽ ആകാൻ പോവുകയാണ്. നിങ്ങൾ ഫുൾ മൂൺ ടൈമിൽ എന്തൊക്കെയാണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് അതും ഇനി ഫുൾഫിൽ ആകാൻ പോവുകയാണ്. ഇവിടെ മദർ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരാൻ പോവുകയാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഇവിടെ എത്ര തന്നെ നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടായിരുന്നു അതെല്ലാം നെക്സ്റ്റ് വന്നപ്പോൾ അതെല്ലാം പോയി. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഫേവറിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ വൈബ്സ് പറയുന്നത്. ഇവിടെ ഏഞ്ചൽ നമ്പർ 33369911 ഈ ഒരു നമ്പേഴ്സിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാർക്കും തോന്നുന്നുണ്ടാകും നിങ്ങൾ വളരെയധികം അസുഖമുള്ളവരാണ്, എപ്പോഴും തളർച്ച, ക്ഷീണം, തലകറക്കം അങ്ങനെയൊക്കെ ഉള്ളവരാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഉറക്കം വരിക, ലേസി ആയിട്ടിരിക്കുക, ഒന്നിലും ഒരു ഇഷ്ടമില്ലായ്മ, പിന്നെ എന്തെങ്കിലും ഒരു വൈറൽ ഫീവർ നിങ്ങൾക്ക് വന്ന പോലെ, തലയിലൊരു ഭാരം, നടുവേദന, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഭയങ്കരമായിട്ട് ഹെവി എനർജി ഫീൽ ആവുക. ഇവിടെ നമ്മുടെ എനർജിയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു എനർജിയിലുള്ള മാറ്റം നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമുക്ക് എന്തോ അസുഖം വന്ന പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം, തലകറക്കം അങ്ങനെയൊക്കെ തോന്നും. നമ്മളപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയും യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു എനർജി എല്ലാം കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കുന്നത്.
ഇവിടെ നിങ്ങൾ അലൈൻമെൻറ്റിൽ വരുമ്പോഴാണ് ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് വിശപ്പ് വരുന്നു. നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് അമിതമായിട്ട് ആഹാരം കഴിക്കും. ചില സമയം നിങ്ങൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വിശപ്പേ ഇല്ലായിരിക്കാം. ഇതെല്ലാം യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിൽ അലൈൻമെൻറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇത് കുറച്ച് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും ഈ ഒരു എനർജി ഉണ്ടാവുക. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് യൂണിവേഴ്സ് നമ്മുടെ എനർജിയിൽ ഈ ഒരു അലൈൻമെൻറ്റ് കൊണ്ടുവരുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല നമ്മളെ എനർജിയിൽ എന്തൊക്കെ അലൈൻമെൻറ്റാണ് യൂണിവേഴ്സ് വരുത്തുന്നത് എന്ന്. നമ്മൾ നല്ല ഉറക്കത്തിലാകുമ്പോഴാണ് യൂണിവേഴ്സ് നമുക്ക് എന്തെങ്കിലും ഒരു സ്വപ്നം കാണിച്ച് തരുന്നതും എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് തരുന്നതും. പക്ഷേ നമ്മൾ ചുമ്മാ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്കതൊന്നും കിട്ടത്തില്ല. ആ ഒരു സ്വപ്നം കണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉണരാൻ തോന്നും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഇന്ന സ്വപ്നം കണ്ടു, അത് നോട്ട് ചെയ്യണം ഞാൻ എന്ന്. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റിൽ വരുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്ന ഫസ്റ്റ് മെസ്സേജ്. സെക്കൻഡ്, പെർജിങ് പ്രോസസ്സ്, അതായത് ഇമോഷണലി നിങ്ങൾക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു ട്രിഗർ കിട്ടുന്നതാണ്. അതായത് അമ്മ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വന്ന് നിങ്ങൾ കരയുന്നതായിട്ടുള്ള ഒരു എനർജി. ചില സമയം ആരും നിങ്ങളോട് ഒന്നും പറഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങൾ പെട്ടെന്ന് സഡനായിട്ട് വിഷമിക്കുന്ന ആ ഒരു അവസ്ഥ, എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് കരയുക, വിഷമിക്കുക, അങ്ങനെ ഒരു ട്രിഗറും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. നെക്സ്റ്റ് മെസ്സേജ്, ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളുടെ പിറകിലുണ്ട്. അവർ എപ്പോഴും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ് എങ്കിൽ ഗൈഡൻസ് തരുന്നു. പക്ഷേ കർമ്മം ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കൊണ്ട് ഏഞ്ചൽസ് പറയുന്നത്, ചില ആൾക്കാർ നല്ല വഴിയിൽ കൂടെ പോയിട്ട് പിറകിലോട്ട് വരുന്നു. അയ്യോ ഇവിടെ ഭയങ്കരമായിട്ട് മുള്ളുകളും ഒബ്സ്റ്റിക്കിൾസും ആണല്ലോ, ഭയങ്കരമായിട്ട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമല്ലോ, എല്ലാവരും പോകുന്ന ആ ഒരു ഈസി ആയിട്ടുള്ള വഴിയിൽ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കും. അതുകൊണ്ടാണ് ഏഞ്ചൽസ് പറയുന്നത് നല്ല വഴിയിൽ എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാവും, മോശമായ വഴിയിൽ പ്രതിസന്ധികൾ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ല വഴി പോകണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.